ഇന്നത്തെ ലെസണിലെ ടെൻസുകൾ നമ്മൾ നെഗറ്റീവ്സ് ആൻഡ് ക്വസ്റ്റ്യൻസിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസുമാണ്. സബ്ജക്റ്റ് ഏകവചനമാണെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഈസ് വരും, അതിൻ്റെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വാസ് വരും. സബ്ജക്റ്റ് ബഹുവചനമാണെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വരും, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വേറെ വരും. ഹീ ഈസ് സ്റ്റഡിയിങ്, അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നെഗറ്റീവ് ഹീ ഈസിൻ്റെ സ്റ്റഡിയിങ്, അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയല്ല. ലൈക്ക് വൈസ് ഷീ ഈസ് സ്റ്റഡിയിങ്, ഷീ ഈസിൻ്റെ സ്റ്റഡിയിങ്. അലക്സ് ഈസ് സ്റ്റഡിയിങ്, അലക്സ് ഈസിൻ്റെ സ്റ്റഡിയിങ്. ഐ ആകുമ്പോൾ ഐ ആം സ്റ്റഡിയിങ്, ഐ ആം നോട്ട് സ്റ്റഡിയിങ്. ഇനി സബ്ജക്റ്റ് വി ആണെങ്കിലോ ഇവിടെ വി ആർ സ്റ്റഡിയിങ്, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വി ആറിൻ്റെ സ്റ്റഡിയിങ്, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ല. വി വേർ സ്റ്റഡിയിങ്, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വി വേറിൻ്റെ സ്റ്റഡിയിങ്, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. യു ആർ സ്റ്റഡിയിങ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. യു ആറിൻ്റെ സ്റ്റഡിയിങ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ല. യു വേർ സ്റ്റഡിയിങ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യു വേറിൻ്റെ സ്റ്റഡിയിങ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല. ദേ ആർ സ്റ്റഡിയിങ്, ദേ ആറിൻ്റെ സ്റ്റഡിയിങ്. They were studying, they weren't studying. A and B are studying, A and B aren't studying. പഠിച്ചുകൊണ്ടിരിക്കുകയല്ല. A and B were studying, A and B weren't studying. ഇനി നമ്മളിത് ക്വസ്റ്റൻ ആക്കുകയാണെങ്കിൽ നമ്മൾ ഡസ് നോട്ട് വരുന്നതിൽ നമ്മൾ ഡസ് ആദ്യം എടുത്തിടും, ഡു നോട്ടിൽ നമ്മൾ ഡു ആദ്യം എടുത്തിടും, സബ്ജക്റ്റിൻ്റെ അപ്പുറത്തേക്ക് ഇടും. അതുപോലെ തന്നെ എന്താണ് സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ ഡിഡിൻ്റെ എഴുതും. ആ ഡിഡിൽ ഡിഡ് ആദ്യം ഇട്ടിട്ട് നമ്മൾ സബ്ജക്റ്റ് അപ്പുറത്ത് ഇടും. ഡിഡ് ഹി, ഡിഡ് ഷി എന്നിങ്ങനെ പോലെ. ഇവിടെയും എന്താണ് നെഗറ്റീവ് ഈസിൻ്റും ആറിൻ്റും വാസിൻ്റും വേറിൻ്റും ആണല്ലോ. അപ്പോൾ നമ്മൾ ആ ഈസ് ആദ്യം എടുത്തിടും. ഈസ് ഹി സ്റ്റഡിയിങ്, അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? അപ്പോൾ അവൻ എന്ത് പഠിച്ചുകൊണ്ടിരിക്കുക എന്നാണെങ്കിൽ വാട്ട് ഈസ് ഹി സ്റ്റഡിയിങ്, അവൻ എന്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വൈ ആ സെൻറ്റൻസിന് നമ്മൾ സൂട്ടണമെങ്കിൽ ഇൻഡ് ചേർക്കണം. വൈ ഈസിൻ്റെ ഹി എന്നാക്കണം. വൈ ഈസിൻ്റെ ഹി സ്റ്റഡിയിങ്, അവൻ എന്തുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നില്ല എന്നാക്കാൻ നമുക്ക് പറ്റും. അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ നമ്മൾ വാട്ട് ഈസ് ഹി സ്റ്റഡിയിങ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ വാട്ട് ഈസ് ഷീ സ്റ്റഡിയിങ്, വാട്ട് ഈസ് അലക്സ് സ്റ്റഡിയിങ്. ആൻഡ് അതിൻ്റെ പാസ്റ്റ് ആക്കാൻ എന്താവും വാട്ട് വാസ് ഹീ സ്റ്റഡിയിങ്, അവൻ എന്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഈസ് വാസ് ആയിക്കഴിഞ്ഞാൽ ആയിരുന്നു എന്നാവും. വാട്ട് വാസ് ഹീ സ്റ്റഡിയിങ്, അവൻ എന്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വാട്ട് വാസ് ഷീ സ്റ്റഡിയിങ്, അവൾ എന്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വാട്ട് വാസ് അലക്സ് സ്റ്റഡിയിങ്, അലക്സ് എന്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമ്മൾ 6 വരുന്നതാണെങ്കിൽ നമ്മൾ ഇവിടെ യു ആർ സ്റ്റഡിയിങ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ഉണ്ടാക്കും? ആർ യു സ്റ്റഡിയിങ്, ആർ യു സ്റ്റഡിയിങ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ. ആർ യു സ്റ്റഡിയിങ്, യു ആർ സ്റ്റഡിയിങ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നെഗറ്റീവ് യു ആറിൻ്റെ സ്റ്റഡിയിങ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ല. ആർ യു സ്റ്റഡിയിങ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ. വാട്ട് ആർ യു സ്റ്റഡിയിങ്, നിങ്ങൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വൈ ഇൻ്റെ ചേർക്കാൻ വൈ ആർ ഇൻറ്റു യു, വൈ ആർ ഇൻറ്റു യു സ്റ്റഡിയിങ്, നിങ്ങൾ എന്തുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നില്ല. ഇനി അതിൻ്റെ പാസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മളെന്താണ് ഇപ്പോൾ ഹീ ആണെങ്കിൽ ഹീ വാസ് സ്റ്റഡിയിങ്, അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹീ വാസിൻ്റെ സ്റ്റഡിയിങ്, അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. വാസ് ഹീ സ്റ്റഡിയിങ്, അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വാട്ട് വാസ് ഹീ സ്റ്റഡിയിങ്, അവൻ എന്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ വേറെ പൂരിൽ വച്ചാണെങ്കിൽ യു വേർ സ്റ്റഡിയിങ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
യു വേറിൻ്റ് സ്റ്റഡിയിങ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. വേർ യു സ്റ്റഡിയിങ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവോ? വാട്ട് വേർ യു സ്റ്റഡിയിങ്, നിങ്ങൾ എന്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു? അപ്പോൾ വാട്ട് ആർ യു സ്റ്റഡിയിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്ട് വേർ യു സ്റ്റഡിയിങ്, നിങ്ങൾ എന്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ വാട്ട് ഈസ് ഹി സ്റ്റഡിയിങ്, അവൻ എന്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്ട് വാസ് ഹി സ്റ്റഡിയിങ്, അവൻ എന്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ലെസൺ എന്താണ്, വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ലെസണുമായി വീണ്ടും കാണാം.